ഐസ് സ്പൈസി ഡിലൈറ്റ്സ്. വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ട്രൈ ചെയ്യുന്നത്. ഞാൻ ട്രൈ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, എന്നാലും ഞാനും ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. പൈനാപ്പിൾ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പൈനാപ്പിളാണ്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഞാനിവിടെ നീളത്തിലാണ് പൈനാപ്പിൾ കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് മസാല തയ്യാറാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ലോ ഫ്ലെയിം ആയിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡ് തിരിച്ചു മറിച്ചിട്ടതിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ് റെസിപ്പിയായ പൈനാപ്പിൾ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് അതേപോലെ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ വിട്ട് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ. ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.